എവരിയോൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങൾ, സുഖല്ലേ? പിന്നെ ഓണൊക്കെ ആവാറായില്ലേ? അപ്പം ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാനായിട്ടാട്ടോ വന്നത്. അപ്പം ഇന്ന് മുതൽ നമ്മളെ വീഡിയോസ് ഓണം കഴിയുന്ന വരെ നമ്മളെ വീഡിയോസ് സീരീസ് 1, 2, 3 അങ്ങനെ ആയിരിക്കും കേട്ടോ. അതായത് എന്താ പ്ലാൻ വെച്ചാൽ സദ്യൻ്റെ ഏകദേശം അറിയാവുന്ന ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് സീരീസ് 1, 2, 3 എന്ന് നമ്മളിനി അങ്ങനെ ആയിട്ടായിരിക്കും നമ്മളെ ചാനലിൽ ഇങ്ങനെ വീഡിയോസ് വരിക. ഫസ്റ്റ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അതിൻ്റെ തുടക്കമായിട്ട് നമുക്കൊരു അച്ചാറിൽ തന്നെ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ചേനച്ചാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കാൻ മെയിൻ റീസൺ ഞാൻ ആദ്യമായിട്ടാണ് ചേനച്ചാർ കാണുന്നത്. അത് സംഭവം എന്താ വെച്ചാൽ ഒരു കഴിഞ്ഞ മാസം കണ്ട അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇതുവരെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ക്ലിപ്പൊന്നും എൻ്റെ കയ്യിലില്ല, വേറൊരു ഫോണിലാണ്. ഫോൺ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഇത്ര ഡിലേ. അപ്പോൾ ആക്ച്വലി ആ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഷോ തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ ഈ റീസൺലി കോയമ്പത്തൂർ എക്സിബിഷന് പോയിരുന്നു, ഒഡീഷ പറഞ്ഞ സ്ഥലത്ത് കേട്ടോ, കോയമ്പത്തൂർ. അപ്പം ഞങ്ങൾ അവിടേക്ക് പോയ സമയത്ത് ഒരുപാട് വെറൈറ്റി അച്ചാറുകൾ ഞാൻ ലൈഫിൽ ഇതുവരെ അങ്ങനത്തെ, നമുക്കൊരു നെല്ലിക്ക, മാങ്ങ അങ്ങനത്തെ ഏകദേശം ഒരു ഇതൊക്കെ അല്ലേ അറിയുള്ളൂ, മീനച്ചാർ, ബീഫ് അച്ചാർ. പക്ഷെ അവിടെ അതൊന്നുമല്ല, വെറൈറ്റി അച്ചാറുകൾ. ആ ചേനച്ചാർ, പിന്നെ ചുണ്ടങ്ങ എന്നൊക്കെ പറയും ആ അച്ചാർ, പിന്നെ പുളിഞ്ചി നമ്മൾ പണ്ടൊക്കെ കഴിച്ചിരുന്നില്ല അത്. പുളിഞ്ചി മീൻസ് അതല്ല കേട്ടോ, നമ്മൾ ഇളന്തവട എന്നൊക്കെ പറയില്ല, ആ ഒരു കായും കൊണ്ട് ഉണ്ടാക്കിയ ഒരുപാട് വെറൈറ്റി അച്ചാറുകൾ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൽ കണ്ടതാണ് ചേനച്ചാർ. അപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. കടയിൽ നിന്ന് ഞാൻ ചേന വാങ്ങി വെച്ച് കുറച്ച് ദിവസമായപ്പോൾ സമയം കിട്ടിയിട്ടില്ല. അപ്പം ഇന്ന് എന്തായാലും നമ്മൾ ചേനച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ചേന കഴുകിയിട്ടില്ല കേട്ടോ. വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ചൊറി എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പം ഞാൻ കഴുകിയിട്ടില്ല. അപ്പോൾ ചെറുതായിട്ട് അരി, എത്ര കനം കുറഞ്ഞ അരിയാൻ പറ്റുമോ അത്രത്തോളം കനം കുറഞ്ഞ അരിയാട്ടോ. ഒരു മീഡിയം ഒരു തിക്നെസ് ഒക്കെ, ഒരുപാട് ഉണ്ടാകണ്ട, നമുക്ക് പൊരിച്ചെടുക്കാനുള്ളതല്ലേ. അപ്പോൾ ഇത് ഞാൻ അരിഞ്ഞു കഴിഞ്ഞിട്ടാണ് കേട്ടോ വാഷ് ചെയ്തെടുക്കണത്. വീണ് നേരം കൊണ്ട് ഞാൻ ഇപ്പോൾ പോയിട്ട് ഈത്തപ്പഴം ഒരു 6 അല്ലെങ്കിൽ 5 ഈത്തപ്പഴം, നല്ല കറുത്ത ഈത്തപ്പഴമാണ് കേട്ടോ, കുറുക്കയിൽ കുതിർത്തിട്ടിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് നമ്മൾ പച്ചവെള്ളത്തിൽ നല്ലൊന്ന് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം കുറുക്കയിൽ കുറച്ച് നേരം കുതിർക്കാനിടാം. അപ്പം നമ്മൾ അച്ചാർ ഉണ്ടാക്കി വരുമ്പോഴത്തേനും, അല്ല ഇതൊക്കെ അരിഞ്ഞ് റെഡിയായി വരുമ്പോഴത്തേനും അച്ചാർ ഉണ്ടാക്കാൻ നേരത്തെ അതൊന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് മിക്സിയിൽ കറക്കി എടുത്താൽ മതി. അപ്പോൾ ഡേറ്റ്സ് ശർക്കര വേണം കേട്ടോ, ബെല്ലം വേണം. പക്ഷെ ഞാൻ ഇതിനകത്ത് ശർക്കര ഇടുന്നില്ല, ഞാൻ വാങ്ങാൻ മറന്നു, ഉള്ളത് കഴിഞ്ഞു പോയിട്ടോ. അപ്പോൾ ഞാൻ ശർക്കര ഇടുന്നില്ല. അപ്പോൾ കുറച്ച് ശർക്കര ഇല്ലാത്തവർ കുറച്ച് ഈത്തപ്പഴം കുറച്ച് കൂട്ടിയെടുക്കുക, എന്നിട്ട് കുറച്ച് നേരം സുർക്കയിൽ കുതിർക്കാനിടുക. സുർക്ക ഇല്ലാത്തവർ, സുർക്ക വേണം കേട്ടോ, അച്ചാറിന് സുർക്ക വേണം. ഇപ്പോൾ സുർക്ക തൽക്കാലം ഇല്ലെങ്കിൽ കുറച്ച് നേരം ചുടുവെള്ളത്തിൽ കുതിർക്കാനിട്ടാലും മതി. പക്ഷെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്തതാണ് നല്ലത് അച്ചാർ ഉണ്ടാക്കുമ്പോൾ. അപ്പം അതിൻ്റെ പകരം സുർക്കയാവും ഒന്നുകൂടെ ബെറ്റർ. സുർക്ക ഉള്ളവർ സുർക്ക എടുക്കുക. ഇല്ല ഞങ്ങൾ അച്ചാർ ഉണ്ടാക്കിയാൽ വേഗം ഒരാഴ്ചയും കൊണ്ടൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ ചുടുവെള്ളത്തിലിട്ടാലും മതി. അച്ചാറിന് സുർക്ക നിർബന്ധം കേട്ടോ. ഞാൻ ഓർമ്മല്ലാതെ ചേനൊന്ന് ചെറുതായിട്ട് ഫുള്ള് ചളിയായിരുന്നു ചേനയുടെ മേലെ. അപ്പോൾ ചെറുതായിട്ട് കത്തിയും കൊണ്ട് ആ തൊലി കളയുന്ന സമയത്ത് വെള്ളത്തിലൊന്ന് ഇതാക്കിയെടുത്തു. അതിൻ്റെ ചെറിയ ചൊറിച്ചിലുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതൊക്കെ നമ്മൾ മൊത്തം അരിഞ്ഞെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ.
ഇതാ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇത്ര തിന്നായിട്ട് അരിഞ്ഞാൽ മതി. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇതിലേക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ്, മുളക് പൊടി. അപ്പം നമുക്ക് ഇത് പൊരിക്കാനുള്ള ഒന്ന് മസാല കൂട്ടാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മുളക് പൊടി കേട്ടോ. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ കുറച്ച് എരിവിരുന്നോട്ടെ കേട്ടോ. അച്ചാറിനൊക്കെ കുറച്ച് എരിവ് നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ഇട്ട് നല്ല മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഇത് പൊരിച്ചെടുക്കാനായിട്ട് അടി കട്ടിയുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ പിന്നെ ഇന്ന് നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നല്ലെണ്ണയിലാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നല്ലെണ്ണ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. പൊരിക്കാനുള്ളത് ഓരോ ബാച്ചായിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഒന്ന് ചിടരുത്, ഓരോ ബാച്ചായിട്ട് പൊരിച്ചു കോരിയെടുക്കുക. നമ്മൾ എണ്ണ ഒഴിച്ചതൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്കത് ഇനി ഇത് പൊരിച്ചു കോരിയിട്ട് അടുത്തത് ഇടാം കേട്ടോ. അതിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. അതായത് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്യുക. റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കണ്ട കേട്ടോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ അച്ചാറാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം നേരെ എണ്ണയിൽ ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതായി വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരവൊന്ന് സെറ്റാക്കി എടുക്കാം. ഇതാ ഞാൻ പറഞ്ഞിരുന്നില്ലേ സുർക്കയിൽ ഈത്തപ്പഴം കുതിർക്കാനിട്ടിരുന്നു എന്ന്. അപ്പം നോക്കാം, അത്യാവശ്യമല്ല നല്ല കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പം മിക്സിയിൽ ഞാൻ ഇതും കൂടെ ക്ലീൻ ചെയ്തിട്ട് അരച്ചെടുക്കണം. ആ അരവിൽ, അതായത് ഈത്തപ്പഴം അരക്കണം എന്ന് പറഞ്ഞിരുന്നില്ലേ, അതിലേക്ക് ഇതും കൂട്ടിയിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. അതായത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇടാം. ഞാൻ കുറച്ച് അതിലേക്ക് മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പം ഞാൻ ഒരു മുളക് എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം എണ്ണൊക്കെ എടുത്തോളൂ. എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് ഇനിയിപ്പോൾ ഇതിലിട്ട് അരക്കണം എന്നില്ല കേട്ടോ. നമ്മളിത് വറുത്ത് കോരിയെടുക്കൂലേ ചേന, ആ എണ്ണയിലേക്ക് കടുക്, ഉലുവയൊക്കെ ഇടാൻ നേരത്ത് നമുക്ക് സാധാ അച്ചാറുണ്ടാക്കും ചതച്ചെടുക്കൂല, ചെറുതായിട്ട് അരിഞ്ഞെടുക്കൂല. അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ഞാനിത് അതിലേക്ക് കടിക്കാൻ കിട്ടണ്ട എന്നുള്ള നിലക്ക് ഞാൻ അതിലേക്ക് അരച്ചെടുക്കുകയാണ്. ഓക്കെ, സോറി കേട്ടോ, അരച്ചെടുക്കുകയാണ്. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ടത് ഇതാ ഈ ഒരു ലെവലാകുമ്പോൾ നമുക്ക് എടുക്കണം കേട്ടോ. വറുത്ത് കോരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് അച്ചാറുകൾ ട്രൈ ചെയ്യുമ്പോൾ അവരെ അച്ചാറുകളൊക്കെ സസ്പെൻസ് ആയിരിക്കും. അതായത് ഇപ്പോൾ ചേന അച്ചാറാണെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തായാലും ചേന ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു സാധനം മാത്രം അതിൽ കാണുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ചേർത്തിയത് എന്താന്ന് പോലും അറിയില്ല. പക്ഷെ അത്രയും ടേസ്റ്റുള്ള അച്ചാറായിരിക്കും. ഭയങ്കര ഒരു സസ്പെൻസ് ആയിരിക്കും, ടേസ്റ്റി ആയിരിക്കും. അതിലെന്താണെന്നൊന്നും അറിയില്ല. അപ്പം നമ്മൾ അച്ചാറും അതേപോലെ തന്നെയാ. അതായത് ഇതിൽ ചേന മാത്രമേ എടുത്ത് കാണിക്കുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ അരച്ചിട്ടാണ് മിക്സിയിലിട്ട് അരച്ചിട്ടാണല്ലോ ചേർക്കുന്നത്. അപ്പം നമ്മൾക്ക് അതിൽ എന്താണെന്ന് അറിയില്ല. കടിക്കാൻ ചേന മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതും കൂടെ കോരിയെടുക്കാം കേട്ടോ. എണ്ണയുടെ കുറച്ച് കുറവുണ്ട്. അപ്പം അത് കോരിയിട്ട് എണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിൽ തന്നെ നമുക്ക് അച്ചാറിടാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിയെടുക്കാം കേട്ടോ.
ഫൈനലി നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ഉപ്പ് എരിവൊക്കെ സെറ്റായി വരും. അതിൻ്റെ മുന്നേ നമുക്ക് എന്താ നോക്കണ്ട, ഉപ്പൊക്കെ റെഡിയാണോ ഓക്കെ ആണോ നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് സുർക്ക ഒഴിക്കാം കേട്ടോ. സുർക്ക ഓവർ ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ സുർക്ക ഒഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് ചൂടാറി കഴിഞ്ഞാൽ ഒരു ഭരണിക്കോ അല്ലെങ്കിൽ ഒരു ജാറിൽക്കോ ഏതിൽക്കെങ്കിലും മാറ്റുക കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളും വീട്ടിലുണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി ഇതിനകത്ത് എടുത്തിരുന്ന വോയിസ് എൻ്റെ മിസ്സായിട്ടോ. ഞാൻ മൈക്ക് ഓണാന്ന് വിചാരിച്ചിട്ട് സംസാരിച്ചു, പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത് വോയിസ് ഇല്ലയെന്ന്. അപ്പം ഞാൻ പിന്നീട് അഗൈന് ഇതിനൊരു വോയിസ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അച്ചാർ ഉണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. വീട്ടിലെല്ലാവരും കഴിച്ചു നോക്കിയിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.